കർത്താവായ ഈശോമിശിഹ ലാസറിനെ ഉയർപ്പിച്ച് പിന്നീട് ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം നടത്തുകയാണ്. ഇത് വളരെ പേടിപ്പെടുത്തി സാൻഹദ്രീൻ സംഘത്തെയും ഭരണാധികാരികളെയും. സാൻഹദ്രീൻ സംഘത്തിൻ്റെ പേടി ഇതായിരുന്നു: കർത്താവായ യേശു ക്രിസ്തു വളരെ പോപ്പുലറായിട്ട് വളർന്നു വരുന്നു. അവൻ്റെ അത്ഭുതങ്ങൾ കണ്ട് അനേകം ആളുകൾ അവരിൽ വിശ്വസിക്കുന്നു. ഇത് ഒരു ലഹള ഉണ്ടാക്കും. റോമാക്കാർ ഈ ലഹള അടിച്ചമർത്താൻ പരിശ്രമിക്കുകയും അതോടൊപ്പം തന്നെ അധികാരം കൈയാളുകയും അവരുടെ അപ്രമാദിത്യം അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഒരുപക്ഷെ അവരുടെ ജെറുസലേം ദേവാലയം പോലും നശിപ്പിച്ച് കളഞ്ഞേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാണ് അവരുടെ പേടി. അതുകൊണ്ട് യേശുവിനെ ചതിയിൽപ്പെടുത്തി വധിക്കുക എന്നുള്ളത് അവരുടെ പ്രായോഗിക വാദമാണ്. തങ്ങളുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ അധികാരം നിലനിർത്തുന്നതിനും വേണ്ടി അവർ ചെയ്യുന്ന ഗൂഢാലോചന. നോക്കുക, മത നേതൃത്വം ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ആത്മീയമായ വളർച്ചയേക്കാൾ രാഷ്ട്രീയമായ ഉന്നതിയാണ്. ഒരു പൊളിറ്റിക്കൽ അജണ്ട അവർക്കുണ്ടായിരുന്നു. ഇതിന് ഇന്നത്തെ സമകാലിക നേതൃത്വവുമായി സാമ്യമുണ്ട് എന്നതിൽ അത്ഭുതമില്ല. ഇവിടെയാണ് കയ്യഫാസിൻ്റെ പ്രായോഗികവാദം, കയ്യഫാസിൻ്റെ കുപ്രസിദ്ധമായ പ്രൊഫറ്റിക് ഐറണി. യോഹന്നാന്റെ സുവിശേഷം 11:50 ജനം മുഴുവൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ് എന്ന കയ്യഫാസിൻ്റെ പ്രവചനം. കയ്യഫാസ് അവൻ്റെ അധികാരം നിലനിർത്തുന്നതിനും ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ പ്രവചനം നടത്തുന്നു. തെറ്റായ ഒരു പ്രവചനമാണ്. കയ്യഫാസിൻ്റെ ഈ തെറ്റായ പ്രവചനത്തെ പോലും ദൈവം രക്ഷയുടെ അടയാളമാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. കർത്താവായ യേശുവിൻ്റെ രക്തം രക്ഷയ്ക്കായി വിനിയോഗിക്കപ്പെട്ടു. അത് ഏതെങ്കിലും പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി അധികാരം സംരക്ഷിക്കാനല്ല, മറിച്ച് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. 1 യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധ്യം ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. മാനസാന്തരത്തിനുള്ള അനേക സംഭവങ്ങൾ കർത്താവായ ഈശോമിശിഹ പ്രവർത്തിച്ചു. മാനസാന്തരം വരേണ്ടിയിരുന്ന ഏറ്റവും അവസാനത്തെ അത്ഭുതം എന്നത് ലാസറിൻ്റെ ഉയർപ്പാണ്. എന്നിട്ടും ഇവരാരും മനസ്സ് തിരിയുന്നില്ല. ഇവിടെയാണ് ദിശ തെറ്റുന്ന മതത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥ സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തി അതെന്താണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ അണികളെ ദൈവത്തിലേക്ക്, ആത്മീയതയിലേക്ക് നയിക്കേണ്ട മത നേതാക്കൾ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാനായി പ്രവർത്തിക്കുന്നിടത്ത് മതത്തിൻ്റെ ലക്ഷ്യം തന്നെ മാറിപ്പോവുകയാണ്. മതാത്മകത നിലനിർത്താൻ രക്ഷകനെ കൊലപ്പെടുത്തുന്ന മത നേതൃത്വം. നമ്മുടെ ജീവിതത്തിലും മതാത്മകത നിലനിർത്താനായിട്ട് ഈ രക്ഷകനെ നമ്മൾ ഒറ്റുകൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മുടെ ആത്മീയമായ അന്ധത മാറി പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്ന അനുഭവം, ഈ പീഠാനുഭവ രഹസ്യങ്ങളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ലഭിക്കുമാറാകട്ടെ. ആമേൻ.